എവ്രിവൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ 29-ാം തീയതിയാണ് ആൻഡ് ശനി ട്രാൻസിറ്റ് നടക്കുന്ന ഒരു ദിവസമാണ്. സോ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരാൻ പോകുകയാണ്. സോ ഏത് റീജിയനിലാണ് പ്രേക്ഷകരുടെ ജീവിതത്തിലെ ഏത് റീജിയനിലാണ് ഈ ചേഞ്ചസ് അല്ലെങ്കിൽ ഈ മാറ്റം നടക്കാൻ പോകുന്നത്, അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ എൻലൈറ്റൻ എൻചാൻറ്റഡ് 11/11 ഇതേ സമയത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ ഓരോ പാർട്ട്, ദാറ്റ് ഈസ് റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ചസ് ആണ്, കരിയറിൽ എന്ത് ചേഞ്ചസ് ആണ്, ആൻഡ് ഫൈനാൻസസിൽ എന്ത് ചേഞ്ചസ് ആണ് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. ഓക്കെ, സോ ലെറ്റ് സീ ഏത് റീജിയനിലാണ് പ്രേക്ഷകരുടെ ഏത് റീജിയനിലാണ് ഷിഫ്റ്റ് വരുന്നത്. ട്രാൻസിറ്റ്, സാറ്റർൻ ട്രാൻസിറ്റിൻ്റെ ഇഫക്റ്റ് ഏത് ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, എംപറർ, ജഡ്ജ്മെൻറ്റ്, മേജർ അർക്കാനാസ്, ക്വീൻ ഓഫ് വാൻസ്, 2 ഓഫ് സോർഡ്സ്. പ്രേക്ഷകരുടെ സ്റ്റെബിലിറ്റി, ഫൗണ്ടേഷനിലാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, സോ സാമ്പത്തികം. ഓക്കെ, സാമ്പത്തികം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫൈനാൻസസും വരും ആൻഡ് നിങ്ങളുടെ ജോലിയും വരും. ഓക്കെ, കരിയർ, ബിസിനസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഓർ ഓവറോൾ നിങ്ങളുടെ ഫൈനാൻസസിലാണ് ചേഞ്ചസ് വരുന്നത്. നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലാണ് ചേഞ്ചസ് വരുന്നത്. എന്നാൽ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ചില പ്രേക്ഷകരുടെ നിങ്ങളുടെ ഫൗണ്ടേഷൻ ദാറ്റ് ഈസ് നിങ്ങളുടെ അടിത്തറ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയിലാണ് മാറ്റങ്ങൾ വരുന്നത്. ചില പ്രേക്ഷകർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് നിങ്ങൾ എന്താണോ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് നിങ്ങളുടെ സെൽഫല്ല. ഓക്കെ, മറ്റാൾക്കാരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ വലിയ മേജർ മാറ്റങ്ങളാണ് വരുന്നത്. ദ എംപറർ ആൻഡ് ദ ജഡ്ജ്മെൻറ്റ്, ഈ ചേഞ്ചസ് വളരെ ഈസി ആയിരിക്കില്ല. ഓക്കെ, ഈസി ആയിരിക്കില്ല. നിങ്ങളുടെ അടിത്തറയാണ് ഇളകാൻ പോകുന്നെങ്കിൽ ഈസി അല്ല. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഞാൻ പേടിപ്പിക്കാനല്ല പറയുന്നത്. ഓക്കെ, പ്ലീസ് കൈൻഡ്ലി അത് മനസ്സിലാക്കൂ. ഇത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ശരിയാവുന്നില്ല, അതിനെ നമ്മളെ റീസെറ്റ് ചെയ്ത് നമ്മുടെ ശരിയായ രീതിയിൽ നമ്മളെ കൊണ്ടുപോകാനാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. സോ എവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, ഏത് റീജിയനിൽ, പക്ഷേ അവിടെ സാമ്പത്തികം ഇൻവോൾവ് ആണ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റെബിലിറ്റിയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. മൈറ്റ് ബി ചില പ്രേക്ഷകർക്ക് അവരുടെ ജോബ് പോകാം. ഓക്കെ, ചില പ്രേക്ഷകർ ഓൾറെഡി പുതിയ ജോബിൽ കയറിയിട്ടുണ്ടാകാം, അത് നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ നിങ്ങളുടെ നേരത്തെയുള്ള ജോബിൻ്റെ അതേ അവസ്ഥയോ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും മോശം അവസ്ഥയായിരിക്കാം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് നിങ്ങൾ വിചാരിച്ച നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അവർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മാറിപ്പോയിക്കാം. നിങ്ങൾ തന്നെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ജഡ്ജ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ നേരത്തെയും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? സത്യസന്ധതയോടാണോ പ്രവർത്തിച്ചിരുന്നത്, അതോ നിങ്ങൾ വഞ്ചന ചെയ്തിട്ടുണ്ടോ, വഞ്ചനയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നത് ശ്രദ്ധിക്കൂ. ബിക്കോസ് അവിടെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾ ശരിയായ രീതിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലം, നല്ല ഫലങ്ങൾ കിട്ടും. അല്ല, നിങ്ങളുടെ വിഷമകാലങ്ങളിൽ ശരിയായ രീതിയിൽ നടക്കേണ്ട നിങ്ങൾ അത് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ ചതിയോ വഞ്ചനയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ശരിയല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് സെൻറ്ററാണ്. ഓക്കെ, സോ ഇതാണ് മെയിൻ പാർട്ട്. പല പ്രേക്ഷകർക്കും ഈ ഒരു കാലഘട്ടം, ദാറ്റ് ഈസ്
ഞാൻ എൻലൈറ്റൻ എൻചാൻറ്റഡ് 11 നോക്കുമ്പോൾ 3 months ആണ് എന്നെ കാണിച്ചിരുന്നത്. സോ ഇവിടെയും അത് ഉദ്ദേശിക്കുന്നു. ട്രാൻസിറ്റ് 29 മാർച്ച് തൊട്ട് 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എന്തും നിങ്ങളുടെ റിവാർഡ് ആണ്. ഓക്കെ, നിങ്ങൾ എന്ത് കർമ്മം ചെയ്തു ആ കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നല്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കർമ്മഫലം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ശിക്ഷയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ക്വീൻ ഓഫ് വോൺസ് ആൻഡ് 2 of swords ആണ് വന്നത്. ചില പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിങ്ങളുടെ അമ്മ സ്ഥാനത്തുള്ള മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചേച്ചി സ്ഥാനത്തുള്ള മെമ്പേഴ്സ്. ഓക്കെ, അവർ നിങ്ങളെ വഴി തെറ്റിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ വഴി തെറ്റിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മറ്റ് വഴികളിലൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കൂ, അവർ നിങ്ങളെ വഴി തെറ്റിക്കുകയാണ്. കാരണം അവർക്കൊരു ഹോൾഡ് നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സോ ഓൾമോസ്റ്റ് മിക്സപ്പ് എനർജീസ് ആണ് വരുന്നത്. ഒരു എനർജി നോക്കാനാണ് ഞാൻ ഇവിടെ ടാരോ കാർഡ് എടുത്തത്, പക്ഷേ പല എനർജീസ് ഇവിടെ വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ജീവിതത്തിൽ അതോറിറ്റി വെക്കുന്ന ഒരു എനർജി, അത് കൂടുതലും ഞാൻ ചേച്ചി സ്ഥാനം ഞാൻ അമ്മ സ്ഥാനമാണ് പറയുന്നത്. ഓക്കെ, ചില മെമ്പേഴ്സിന് അത് മെയിൽസ് ആകാം. ഓക്കെ, അച്ഛൻ സ്ഥാനവും ഭർത്താവ് സ്ഥാനം ആകാം. ഓക്കെ, അല്ലെങ്കിൽ ആംഗ്ല സ്ഥാനമാകാം. പക്ഷേ അറൗണ്ട് 85 to 90% ഫീമെയിൽസ് ആണ്. അവർക്ക് നിങ്ങളുടെ മേലൊരു കൺട്രോൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കൺഫ്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചില ആൾക്കാർ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് സത്യമാകുമ്പോൾ അത് തെറ്റായ രീതിയാണ് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ എന്നതാണ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം അത് അവർക്ക് ശരിയായ രീതിയിലായിട്ട് തോന്നുന്നില്ല. അവരുടെ ജീവിതത്തിൽ അത് ശരിയായി വരുമെന്നവർക്ക് തോന്നുന്നില്ല. 8 of Cups ആണ്, 5 of Cups, 4 of Pentacles, 7 of Pentacles and the Hermit. I believe already ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ഒത്തിരി ടയേർഡ് ആണ്. ആൻഡ് ബോട്ടം ഓഫ് ദ ടെക്ക് 3 of Swords ആണ്. ഈ ഒരു ട്രാൻസിറ്റ് ഏറെ പ്രേക്ഷകർ ഡിറ്റാച്ച്മെൻറ്റ് മോഡിലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ്, എന്ത് സംഭവിച്ചാൽ നിങ്ങളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആ ഒരു രീതിയിലായിരിക്കും. ചില പ്രേക്ഷകർ ഏറെ വിഷമത്തിലുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ പ്രേക്ഷകരുടെ സാമ്പത്തികം മെച്ചപ്പെടാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, സാമ്പത്തികം മെച്ചപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ പറയുന്നത് ഏതൊരു സ്റ്റെപ്പ് നിങ്ങൾ ഈ ടൈമിൽ എടുക്കുന്നോ വളരെ ആലോചിച്ച് മാത്രം എടുക്കുക. ഓക്കെ, ആൻഡ് ഹെർമിറ്റ് ആണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്ത് ജോലിപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവിടെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഓക്കെ, അത് ചെയ്യുക എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഐ വിൽ ടേക്ക് വൺ മോർ കാർഡ്. ലെറ്റ്സ് സീ ഏത് ഏരിയയിലാണ് ഷിഫ്റ്റ്. ഇമോഷണൽ ലോസ്. ഓക്കെ, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്. സി, ഏറെ കമൻസിൽ ചില ആൾക്കാർ എഴുതാറുണ്ട് ഇതൊക്കെ വെറുതെയാണെന്ന്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് കാർഡ്സ് എടുക്കുന്നത്. ഈ ഫൗണ്ടേഷൻ അച്ചീവ്മെൻറ്റ് കാർഡ് എടുക്കുന്നതിന് മുമ്പ്, ഈ ഡെക്ക് തന്നെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫൗണ്ടേഷനിലാണ് ചേഞ്ചസ് വരാൻ പോകുന്നത്. ഇസന്റ് ഇറ്റ്? നൗ ടെൽ മീ. ഞാൻ ഉണ്ടാക്കി പറയല്ലോ, റൈറ്റ്? സോ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, suffering in silence, memories of love. Yeah. ഏത് പ്രേക്ഷകരുടെ എനർജിയാണോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത്, നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടൈമാണ്. ഓക്കെ, ഡസൻ മാറ്റർ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ടൈമാണോ, ഡിവൈൻ ഓർഡർ അല്ലെങ്കിൽ ചേഞ്ച്, ഡിവൈൻ ഓർഡർ, CHANGE, ചേഞ്ച്, ഡിവൈൻ ഓർഡർ എന്ന്
ചൊല്ലുക. എൻ്റെ ലൈഫ് നേരായ വഴിയിലൂടെയാണ് പോകുന്നത്, എൻ്റെ ലൈഫ് നല്ലതാണ് എന്ന് പറഞ്ഞ് ഇൻറ്റൻഷൻ വെച്ച് നിങ്ങൾ ചേഞ്ച് ഡിവൈൻ ഓർഡർ അല്ലെങ്കിൽ ഡിവൈൻ ഓർഡർ എന്ന് കണ്ടിന്യൂസ്ലി ചാൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പ്രേക്ഷകർക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് വന്നത് അഗെയിൻ. ഓക്കെ, സോ യെസ്, ഇത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകും, ബട്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ തരണം ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്, ഈ വരുന്ന കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ഓക്കെ, അത് വളരെയധികം ഒരു മുറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി പോകുന്നതാണ്. ഓക്കെ, യെറ്റ് ഇവിടെ പറയുന്നത് പേഷ്യൻസ് വെക്കൂ, പേഷ്യൻസ് വെക്കൂ. ഡിവൈൻ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾ പേഷ്യൻസ് വെക്കൂ ആൻഡ് പെതുക്കെ പെതുക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങൂ. ഒരു 6 മന്ത്സിനുള്ളിൽ, ഓക്കെ, 6 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഏറെ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. ഹാർട്ട് ചക്ര ഏറെ പെയിൻഫുൾ ആണെങ്കിൽ അത് മാറി തുടങ്ങുന്നതാണ് ആഫ്റ്റർ 6 മന്ത്സ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് സെൽഫ് അക്സെപ്റ്റൻസ് ആഫർമേഷൻസ് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ സബ്ലിമൽ കേൾക്കുക. ഓക്കെ, സോ യെസ്, ഇത്തിരി ബുദ്ധിമുട്ടായ ഒരു ടൈം ആയിരിക്കും പ്രേക്ഷകർക്ക്, ബട്ട് ഡു നോട്ട് വറി, നിങ്ങൾക്കത് മറികടക്കാൻ വളരെ ഈസിയാണ്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ഏറെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല അടിത്തറയാണ്, നല്ലൊരു ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആൻഡ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഡീറ്റെയിൽ റീഡിംഗ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 എന്ന ചാനലിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കണ്ടു നോക്കുക. ഓക്കെ, മണി കപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ കപ്പ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർ ബുക്ക് ചെയ്യുക. ഓക്കെ, ആസ് വെൽ ആസ് പേഴ്സണൽ റീഡിംഗ് വേണ്ട പ്രേക്ഷകർക്ക് ഹീലിംഗ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 29th മാർച്ചിൽ ഞാൻ 7 ചക്ര ഹീലിംഗ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ആണ്, ചെയ്യണം, പെയ്ഡ് ഹീലിംഗ് ആണ്. സോ നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഹീലിംഗ് ആൻഡ് ടാരോ സെഷൻസ് ബുക്ക് ചെയ്യേണ്ട പേഴ്സണൽ നമ്പറിൽ, ചെയ്യേണ്ട വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ ഗൈസ്, സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ദൈവം നിങ്ങൾക്കെല്ലാം നല്ലത് കൊണ്ടുവന്ന് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് I am stopping here, so bye.